മാർക്കറ്റ് വാച്ചിലേക്ക് സ്വാഗതം. റിസൾട്ട് സീസൺ ഏതാണ്ട് അവസാനിച്ചു കഴിഞ്ഞു. ഇനി ഒരാഴ്ചയ്ക്കുള്ളിൽ ബാക്കി എല്ലാ റിസൾട്ടുകളും, മൂന്നാം പാദ ഫലങ്ങൾ എല്ലാ കമ്പനികളുടെയും പുറത്തുവരും. റിസൾട്ട് സീസൺ തുടങ്ങിയത് വളരെ മികച്ച പ്രവർത്തന ഫലവും മറ്റുമായിട്ടായിരുന്നു. പ്രത്യേകിച്ചും ഇൻഫോസിസിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഗ്യാപ്പ് അപ്പ് അല്ലെങ്കിൽ ഓപ്പണിംഗ് ആ ദിവസം ലഭിക്കുകയുണ്ടായി. പക്ഷേ ആ റിസൾട്ട് സീസണിൻ്റെ അവസാനത്തോടടുക്കുമ്പോൾ ഒട്ടനവധി റിസൾട്ടുകൾ അത്ര മികച്ചതല്ലാതായും തോന്നി. അങ്ങനെ ഒരു മിക്സഡ് റിസൾട്ട് സീസണാണ് നമുക്ക് ലഭിച്ചത്. ഇനി അങ്ങോട്ട് മുന്നോട്ട് നോക്കുമ്പോൾ വിപണിക്കുള്ളത് പ്രധാനമായിട്ടുമുള്ളത് ബജറ്റാണ്. ബജറ്റിന് മുൻപ് ഒരു റാലി ലഭിക്കുമോ എന്ന കാര്യത്തിലാണ് ഇപ്പോൾ അനലിസ്റ്റുകൾ തമ്മിൽ ഒരു തർക്കം ഉള്ളത്. ഏതായാലും വിപണിയെക്കുറിച്ച് സംസാരിക്കാൻ ഹെഡ്ജ് ഇക്വിറ്റീസ് CEO എൻ ഭുവനേന്ദ്രൻ ചേരുന്നു. ഭുവനേന്ദ്രൻ, ഈ നേരത്തെ ചോദ്യം, അതായത് ബജറ്റിന് മുൻപ് ഒരു റാലി ലഭിക്കാനുള്ള സാധ്യതയുണ്ടോ അതോ ഒരു കറക്ഷനുള്ള സാധ്യതയാണോ കൂടുതൽ? ബജറ്റിന് മുമ്പുള്ള റാലി RBIയുടെ പോളിസി 29ന് RBIയിലെ പോളിസിയിലായിരുന്നു മാർക്കറ്റിന്റെ വലിയൊരു പ്രതീക്ഷ. 25 ബേസിസ് പോയിന്റ് ആണ് കട്ട് വന്നത്. ഒരു 50 ബേസിസ് പോയിന്റ് ആയിരുന്നു മാർക്കറ്റ് പ്രതീക്ഷിച്ചത്. ആ ഒരു പ്രതീക്ഷ നിലനിർത്താൻ RBIക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ ആ ഒരു റാലി 6150 ബ്രേക്ക് ചെയ്ത് 6350 300 എന്ന് പറയുന്ന ലെവലിലേക്ക് പോകാനുള്ള ഒരു സാധ്യത ഉണ്ടാകുമായിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ഒരു മേജർ ന്യൂസ് ട്രിഗർ ഒന്നും തന്നെയില്ല. അതാണ് മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ ഫേസിലേക്കാണ് മൂവ് ചെയ്യുന്നത്. രണ്ടാമത് ചെറിയ വീക്ക്നെസ് മാർക്കറ്റിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചെറിയ ചെറിയ കറക്ഷൻസിനുള്ള സാധ്യതയുണ്ട്. എസ്പെഷ്യലി 5990 എന്ന് പറയുന്ന ക്രൂഷ്യൽ ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വീണ്ടും 5900 ലെവലിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അത്രത്തോളം സ്ട്രോങ് ന്യൂസ് ഫ്ലോ മാർക്കറ്റിലില്ല. FISന്റെ ഒരു പാർട്ടിസിപ്പേഷൻ തന്നെയാണ്. ഈ ഒരു 4 ദിവസം കൊണ്ട് തന്നെ FIS 3700 crore നെറ്റ് ബൈയിങ് ആണ്. എല്ലാ ആഴ്ചയും FIS ആക്റ്റീവ് ബൈയിങ് ആണ്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആസ് യൂഷ്വൽ സെല്ലിംഗ് സൈഡിലാണ്. അപ്പോൾ ഇവരുടെ ഒരു സെല്ലിംഗ് തന്നെയാണ് മാർക്കറ്റ് ഈ ഒരു ഹയർ ലെവലിലേക്ക് മൂവ് ചെയ്യാൻ ഒരു പരിധി വരെ FISന്റെ ഇത്രയും ഫ്ലോ വന്നിട്ട് മാർക്കറ്റ് മൂവ് ചെയ്യാത്തതിൻ്റെ ഒരു പ്രധാന റീസൺ ഒരു സെല്ലിംഗ് പ്രഷർ വരുന്നുണ്ട്. മീൻസ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരുന്നുണ്ട്. അപ്പോൾ ഒരു സപ്ലൈ വളരെയധികം കൂടുതൽ വരുന്നതുകൊണ്ടാണ് മാർക്കറ്റ് വീണ്ടും ഈ 100-150 നമ്മൾ ഒരു മാസമായി പറഞ്ഞിരുന്ന ടാർഗറ്റ് ആയിരുന്നു 6100-150 എന്ന് പറയുന്ന ഒരു മേജർ ക്രൂഷ്യൽ സോൺ തന്നെയാണ്. ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് ട്രേഡ് സ്റ്റെബിലൈസ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് 300-350 എന്ന് പറയുന്ന ലെവലിലേക്ക് പോകാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാനുള്ള ഫ്യൂവൽ മാർക്കറ്റിന് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇനി മാർക്കറ്റിന്റെ പ്രതീക്ഷ ബഡ്ജറ്റിൽ തന്നെയാണ്. അത് ഇനി കുറച്ച് ദിവസങ്ങൾ ബാക്കി നിൽക്കുന്നു. അപ്പോൾ ആ ബജറ്റിനെ കുറിച്ചുള്ള പ്രതീക്ഷകളാണ് അടുത്ത മാർക്കറ്റ് ഏത് ലെവലിലേക്ക് മൂവ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത്. ഇപ്പോഴത്തെ രീതിയിൽ മാർക്കറ്റിൽ ചെറിയ വീക്ക്നെസ് ഉണ്ട്. അതുപോലെ ലാസ്റ്റ് വീക്ക് റിസൾട്ട് സനൽ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നു റിസൾട്ട് എല്ലാം തന്നെ മാർക്കറ്റിന്റെ പ്രതീക്ഷയിലും ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് തന്നെയാണ് ഓവറോൾ. ഇപ്പോൾ BHEL അതുപോലെ ടെലികോം സെക്ടറിലെ ഐഡിയ, ഭാരതി എയർടെൽ 2 സ്റ്റോക്കാണ് ബിലോ എക്സ്പെക്ടേഷൻ റിസൾട്ട് വന്നത്. അതുപോലെ സ്റ്റെർലൈറ്റ്. ബാക്കി ICICI ബാങ്ക് എല്ലാ റിസൾട്ടുകളും ഓവറോൾ എല്ലാ റിസൾട്ടുകളും വളരെ പോസിറ്റീവ് തന്നെയാണ്. 1-2-3 റിസൾട്ടുകൾ മാത്രമേ മോശമെന്ന് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ കൃത്യമായി പറഞ്ഞാൽ ഇപ്പോഴത്തെ വിപണിയിലെ ഈ ഒരു സ്ലഗിഷ്നെസ്സിന് കാരണം LIC തന്നെയായിരിക്കാം. കാരണം LIC മ്യൂച്വൽ ഫണ്ടുകൾക്കായി മാർക്കറ്റ് ഇടിഞ്ഞു നിന്നപ്പോൾ, പ്രത്യേകിച്ചും നവംബർ-ഡിസംബർ കാലയളവിൽ വലിയ രീതിയിൽ ഇവർ നെറ്റ് ബയേഴ്സ് ആയിരുന്നു. അവർ ക്രമേണ സെല്ലിംഗ് സൈഡിലേക്ക് വന്നതോടുകൂടിയാണ് ഒരുപക്ഷെ മാർക്കറ്റ് ഇപ്പോഴത്തെ വലിയ മൂവ്മെന്റ് നടത്താതെ നിൽക്കുന്നത്. താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ സപ്ലൈ വളരെ കൂടി. അപ്പോൾ തീർച്ചയായും LIC മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിച്ചവരെ സംബന്ധിച്ചിടത്തോളം ഇത് LIC മ്യൂച്വൽ ഫണ്ട് നമുക്കറിയാം, മ്യൂച്വൽ ഫണ്ടിന്റെ ആ ഒരു ലിസ്റ്റ് എടുത്താൽ ഏറ്റവും താഴെ കിടക്കുന്ന ഒരു ഫണ്ടായിരുന്നു. ആ ഒരു ഫണ്ട് ഹൗസ് എന്നുള്ള നിലയ്ക്ക് LICയിൽ ഇൻവെസ്റ്റ് ചെയ്തവരെ സംബന്ധിച്ചിടത്തോളം ഈ വരുന്ന ക്വാർട്ടറുകൾ വളരെ മെച്ചപ്പെട്ടതാകാനുള്ള സാധ്യത അതിലൂടെ തെളിയുന്നില്ലേ? ഉണ്ട്. ഒരു ഭാഗത്ത് അതിനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ LIC എന്തുകൊണ്ടാണ് മോശം പെർഫോമൻസ് കാഴ്ചവെക്കുന്നത്? പലപ്പോഴും LIC മാർക്കറ്റ് ലോവർ ലെവലിലേക്ക് പോകുമ്പോൾ മാർക്കറ്റിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഗവൺമെന്റ് ലെവലിലുള്ള ഇടപെടൽ വരുന്നത് കൊണ്ട് മാർക്കറ്റിനെ പലപ്പോഴും സപ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ ക്രാഷിലൊക്കെ തന്നെ LIC മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്ത് അവർക്ക് വളരെയധികം ഫേവറബിൾ ആയി. കാരണം ആ ഒരു ക്രാഷിൽ നിന്ന് വളരെ ഷാർപ്പായിട്ട് മാർക്കറ്റ് തിരിച്ചു വന്നു. നോർമലി LIC നമ്മൾക്കറിയാം 2008 ശേഷമുള്ള ക്രാഷിൽ LIC വളരെയധികം മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ ഓരോ ക്രാഷും വീണ്ടും FISന്റെ അതിഭയങ്കരമായിട്ടുള്ള സെല്ലിംഗ് ഓരോ ലെവൽ ഡൗൺ സൈഡ് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴേക്ക് പോയി. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യം വേറെയാണ്. മാർക്കറ്റിനെ LIC സപ്പോർട്ട് ചെയ്യുമ്പോഴും FIS രണ്ടാമത്തെ സ്റ്റേജിൽ റിഫോംസുമായിട്ട് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്, അതുകൊണ്ട് വീണ്ടും കൂടുതൽ FISന്റെ ഫ്ലോ വന്നു, മാർക്കറ്റ് ശക്തമായിട്ട് തിരിച്ചു വന്നു. അപ്പോൾ ഈ ഒരു ഇടപെടൽ തീർച്ചയായിട്ടും LICയെ സംബന്ധിച്ച് വളരെ നല്ലതാണ്. കാരണം നല്ല പ്രോഫിറ്റിലാണ്. അതുകൊണ്ട് LIC മ്യൂച്വൽ ഫണ്ട് നിക്ഷേപകരെ സംബന്ധിച്ച് വളരെ നല്ല പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യതയുമുണ്ട്.
ഇനി നമുക്കൊന്ന് റിസൾട്ട് വന്ന പ്രധാനപ്പെട്ട ഓഹരികളിലേക്ക് ഒന്ന് ഓടിച്ചു നോക്കിയാൽ, പ്രത്യേകിച്ചും ഇപ്പോൾ വെള്ളിയാഴ്ച റിസൾട്ട് വന്ന് ഭാരതി എയർടെൽ അത്ര മികച്ചതായിരുന്നില്ല, വലിയ ചാഞ്ചാട്ടം കണ്ടു. എങ്കിലും ഓഹരി ഏകദേശം പഴയ ലെവലിൽ തന്നെയാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. അതിനൊരു ഫോറക്സ് ലോസ് ഇവർക്ക് കൂടുതൽ, ഓപ്പറേറ്റിംഗ് മാർജിനിൽ വലിയ ലോസ് വന്നില്ല, അതാണ് അത്ര ഒരു കറക്ഷൻ വരാതിരുന്നത്. പിന്നെ ഓൾറെഡി എനിക്കൊന്ന് റിസൾട്ടിന് മുമ്പ് തന്നെ സ്റ്റോക്കിൽ കറക്ഷൻ സംഭവിച്ചു. അതുകൊണ്ടാണ് വലിയൊരു ഷാർപ്പായുള്ള കറക്ഷൻ വരാതിരിക്കാനുള്ള റീസൺ അതായിരുന്നു. നമുക്ക് റിസൾട്ടുകൾ വന്ന പ്രധാനപ്പെട്ട കമ്പനികൾ പരിശോധിക്കാം. ടൈറ്റാൻ വളരെ മികച്ച റിസൾട്ട് പ്രഖ്യാപിച്ചു. ഒരു ക്ലീൻ ബാലൻസ് ഷീറ്റ്, കടം വളരെ കുറവ്, ഏകദേശം 5 കോടി രൂപയെ കടമുള്ളൂ. ഫേസ് വാല്യൂ 1 രൂപയാണെന്ന് എങ്കിൽ പോലും അതിന്റെ മാർക്കറ്റ് ക്യാപ്പ് ഏകദേശം 25,000 കോടി രൂപയിലേക്ക് അടുക്കുന്നു. വളരെ മികച്ച കമ്പനിയെന്ന് തോന്നുന്നു. വെള്ളിയാഴ്ച ഫലം വന്ന ഭാരതി എയർടെൽ 284 കോടി രൂപയുടെ 72% കുറവാണ് ലാഭത്തിൽ ഉണ്ടായത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിൽ ഫോറക്സ് ലോസ്. മറ്റൊന്ന് ഐഡിയ, പിന്നെ സ്റ്റെർലൈറ്റ് ഇൻഡസ്ട്രീസ്, കോപ്പർ മേഖലയിലെ രാജ്യത്തെ ഏറ്റവും വലിയ കമ്പനി, യൂണിയൻ ബാങ്ക്, PNB, അത് മികച്ച ഫലങ്ങളായിരുന്നു. ഇതിൽ ടെലികോം സെക്ടറിലെ 2 കമ്പനിയും മാർക്കറ്റിന്റെ പ്രതീക്ഷയ്ക്ക് ഉയരാൻ ആ 2 റിസൾട്ടിന് കഴിഞ്ഞില്ല. ഭാരതി എസ്പെഷ്യലി അതിനൊരു ഫോറക്സ് ലോസ് ആയിരുന്നു, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഐഡിയ, മാർക്കറ്റിന്റെ പ്രതീക്ഷ നിലനിർത്താൻ ഐഡിയയ്ക്ക് കഴിഞ്ഞില്ലെങ്കിൽ സ്റ്റോക്ക് ഇപ്പോഴും ഒരു പോസിറ്റീവ് സോണിൽ തന്നെയാണ്. സ്റ്റെർലൈറ്റിനെ സംബന്ധിച്ച് മാർക്കറ്റിന്റെ പ്രതീക്ഷയിലും മോശം റിസൾട്ടാണ് അനൗൺസ് ചെയ്തത്. സ്റ്റോക്കിൽ കുറച്ചുകൂടെ കറക്ഷനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് സ്റ്റെർലൈറ്റിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് കുറച്ചുകൂടെ ഒരു പേഷ്യൻസ് കാണിക്കുന്നതായിരിക്കും നല്ലത്. ടൈറ്റാനെ സംബന്ധിച്ച് വാല്യുവേഷൻ ഇപ്പോൾ ഫെയർ വാല്യൂലാണ്. ലോങ് ടേം വ്യൂവിൽ ഇപ്പോഴത്തെ രീതിയിൽ ഒരു ബൈ അഡ്വൈസബിൾ ആണ്. ഇൻവെസ്റ്റേഴ്സ്, ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു, വാല്യുവേഷൻ അത്രത്തോളം ചീപ്പർ വാല്യുവേഷൻ അല്ല ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത്. അതേസമയത്ത് ലോങ് ടൈം വ്യൂവിൽ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. അതുകൊണ്ട് ഒരു സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും. ഒരു നിഫ്റ്റിയുടെ ഒരു മൂവിങ് നമ്മൾ ഒന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ, ഒരു മേജർ ഒരു ബാഡ് ന്യൂസ് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ബജറ്റിനെ കുറിച്ചുള്ള പ്രതീക്ഷ മോശമാവുകയാണെങ്കിൽ 5,900 എന്ന് പറയുന്നതാണ്, 5,990 എന്ന് പറയുന്ന ലെവൽ ടെക്നിക്കലി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 5,900 വരാം. ദെൻ ഫൈനലി 5,700, 750 എന്ന് പറയുന്നത് ഒരു ക്രൂഷ്യൽ സപ്പോർട്ട് സോണാണ്. അപ്പോൾ മാർക്കറ്റിൽ ഏതെങ്കിലും ബാഡ് ന്യൂസ് വരികയാണെങ്കിൽ നമ്മൾ ആ ഒരു ലെവൽ വരെ മാർക്കറ്റ് പ്രതീക്ഷിക്കണം. പക്ഷേ ഈ ലെവലുകളൊക്കെ തന്നെ ഇൻവെസ്റ്റ്മെന്റിനുള്ള അവസരമാണ്. കാരണം 900 ബ്രേക്ക് ചെയ്താലും പേടിക്കേണ്ട, 750, 700 ലെവൽ അഗൈൻ ഇൻവെസ്റ്റ്മെന്റ് നടത്തുക. അപ്പോൾ 2-3 സ്റ്റേജ് ആയുള്ള ഇൻവെസ്റ്റ്മെന്റ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ചിലപ്പോൾ 750 വരാനുള്ള സാധ്യതയില്ല, പക്ഷേ മാർക്കറ്റിൽ ഒരാൾക്കും അത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് നല്ല സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുക എന്നുള്ളത്. ഡൗൺ സൈഡ് 750 വരെ നമ്മൾ മാർക്കറ്റ് 700 to 750 എന്ന് പറയുന്ന ഒരു ലെവൽ പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും നല്ലത്. കാരണം വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് ഒരു 10 lakhs നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു 30% മാത്രമേ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആയിട്ടുള്ളൂ. ദെൻ 40-30 എന്നുള്ള ഒരു റേഷ്യോയിൽ ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും ഞാൻ ഈ പറഞ്ഞ ലെവൽ വരുമ്പോൾ. സ്റ്റോക്കിനും അതനുസരിച്ചുള്ള കറക്ഷൻസ് സംഭവിക്കും. ഇപ്പോൾ ഭാരതി എടുത്താലും സ്റ്റേറ്റ് ബാങ്ക് എടുത്താലും റിലയൻസ് എടുത്താലും ആ രീതിയിലുള്ള കറക്ഷൻസ് ഈ സ്റ്റോക്കിലും റിഫ്ലക്ട് ചെയ്യും. ദെൻ അപ്പർ സൈഡ് എന്ന് പറയുന്നത് 300 to 150 ബ്രേക്ക് ചെയ്ത് ട്രേഡ് സ്റ്റെബിലൈസ് ചെയ്താൽ മാത്രമേ ഈ 300-350 എന്ന് പറയുന്ന ആ പഴയ ഹൈയിലേക്ക് പോകാനുള്ള സാധ്യതയുള്ളൂ. പക്ഷെ ആ ലെവലിലേക്ക് മാർക്കറ്റ് പോകണമെങ്കിൽ മാർക്കറ്റിന് ഏതെങ്കിലും ട്രിഗർ ഫ്യൂൽ ആവശ്യമാണ്. അത് ചിലപ്പോൾ വരുന്നത് നമ്മളുടെ ബഡ്ജറ്റിനോട് കൂടിയായിരിക്കാം. അപ്പോൾ ബഡ്ജറ്റിൽ മാർക്കറ്റിന് വലിയ പ്രതീക്ഷയുണ്ട്. എസ്പെഷ്യലി ചിദംബരം ഇത്രയും റിഫോംസുമായിട്ട് മുന്നോട്ട് പോകുന്നത് കൊണ്ട് ഫ്രാങ്ക്ഫർട്ടിൽ ഇന്ത്യയെ സെല്ല് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് കൂടുതൽ വരുത്താൻ വേണ്ടി ക്യാമ്പയിൻ റോഡ് ഷോ നടത്തുകയാണ്. അപ്പോൾ അതുകൊണ്ട് ബഡ്ജറ്റിൽ നമ്മൾക്ക് പല പ്രതീക്ഷകളാണ് മാർക്കറ്റിനുള്ളത്. അപ്പോൾ വളരെ നല്ല റിസൾട്ട് വരികയാണെങ്കിൽ വീണ്ടും മാർക്കറ്റ് ഹയർ ലെവലിലേക്ക് മൂവ് ചെയ്യാം. എന്ത് തന്നെയാണെങ്കിലും അടുത്ത ഒരു 2-3 വർഷം സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരം തന്നെ ആയിരിക്കും. മറ്റൊന്ന് നമുക്കൊന്ന് പെട്ടെന്ന് നോക്കേണ്ടത് ജെറ്റ് എത്തിഹാദ് ഡീൽ. ജെറ്റിൽ വലിയ രീതിയിലുള്ള ട്രേഡേഴ്സിന്റെ വലിയ കളി ഈ ദിവസങ്ങളിൽ കാണുന്നുണ്ട്. ജെറ്റ് ഇപ്പോൾ അവരുടെ ഡീല് 720-750 റുപ്പീസിന്, അതിൽ 770 അത് നമ്മൾ ക്ലാരിറ്റി വന്നിട്ടില്ല. പലത് പറയുന്നുണ്ട്, 16,000 കോടി എന്നൊക്കെ പറയുന്നു. ഇപ്പോഴത്തെ രീതിയിൽ ഒരു റീറ്റെയിൽ ഇൻവെസ്റ്റർ ഈ വാല്യുവേഷനിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ അല്ല. കുറച്ച് റിസ്ക് ഉണ്ട്. പേഷ്യൻസ് കാണിക്കുക. മാർക്കറ്റിൽ കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്കിലൊക്കെ തന്നെ കറക്ഷൻ സംഭവിക്കും. അതുകൊണ്ട് ഇപ്പോഴത്തെ ഷോർട്ട് ടൈം ഗെയിനിന് വേണ്ടി ജെറ്റ് എയർവേസിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇപ്പോഴത്തെ രീതിയിൽ അഡ്വൈസബിൾ അല്ല. നമുക്ക് പ്രതാപചന്ദ്രൻ കണ്ണൂർ, അദ്ദേഹത്തിന്റെ ഒരു ചോദ്യം പരിശോധിക്കാം. സ്ഥിരം പ്രേക്ഷകനാണ് മാർക്കറ്റ് വാച്ചിന്റെ. റിലയൻസ് ഇൻഡസ്ട്രീസിൽ നമ്മുടെ അഡ്വൈസ് പ്രകാരം അദ്ദേഹം വാങ്ങിയിരുന്നു, പ്രോഫിറ്റ് ബുക്ക് ചെയ്യുകയും ചെയ്തിരുന്നു. ഇനി റിലയൻസിന്റെ ലെവലുകൾ 2, അംബുജ സിമന്റ് നിക്ഷേപത്തിന് അനുയോജ്യമാണോ? ഈ സിമെന്റ് ഇതിൽ റിലയൻസ് ഇൻഡസ്ട്രീസ് ഇപ്പോഴത്തെ രീതിയിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഷോർട്ട് ടൈം ഗെയിനിന് അഡ്വൈസബിൾ അല്ല. 880 ആണ് ഒരു മൈനർ സപ്പോർട്ട് ലെവലായിട്ട് ഹോൾഡ് ചെയ്യുന്നത്. 855 ഫസ്റ്റ് സ്റ്റേജ് ബൈ അഡ്വൈസബിൾ ആണ്.
റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന്. 880 എന്ന് പറയുന്ന ഒരു മൈനർ സപ്പോർട്ട് സോണാണ്. മാർക്കറ്റിൽ കറക്ഷൻ വരികയാണെങ്കിൽ 880 ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് 880 വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്തതിന് ശേഷം മാത്രമേ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എടുക്കാൻ പാടുള്ളൂ. ഞാൻ 2 എപ്പിസോഡ് മുമ്പ് 950 930 ലെവൽ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ അല്ല എന്ന് പറയുന്ന ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ലെവലാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അഗൈൻ ഒരു 930 950 തന്നെയാണ് ഒരു മേജർ റെസിസ്റ്റൻസ് ആയിട്ട് വരുന്നത്. ആ 950 ബ്രേക്ക് ചെയ്തല്ലോ ബജറ്റിലൊക്കെ വളരെ ഫേവറബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ന്യൂസുകൾ വരികയാണെങ്കിൽ 1000 ലെവൽ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇനി വരാനിരിക്കുന്ന കറക്ഷൻസ് ഒക്കെ റിലയൻസിന് ഇൻവെസ്റ്റ്മെന്റിന് നമുക്ക് പരിഗണിക്കാം. 855 ആണ് ഒരു ഫസ്റ്റ് മേജർ സപ്പോർട്ട് സോൺ ആയിട്ട് ഹോൾഡ് ചെയ്യുന്നത്. 945 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ അംബുജ സിമെന്റ് ആണ്. അംബുജ സിമെന്റ് നല്ല ഷാർപ്പായുള്ള കറക്ഷൻ നേരിട്ടു. ഈ വർഷം എനിക്കൊന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു സിമെന്റ് സെക്ടറിലെ ഒരു നല്ല സ്റ്റോക്ക് തന്നെയാണ്. റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് എല്ലാം തന്നെ ഇൻവെസ്റ്റ്മെന്റിന് പരിഗണിക്കാവുന്ന ഒരു സ്റ്റോക്കാണ് അംബുജ സിമെന്റ്. 196 189 രണ്ട് മേജർ സപ്പോർട്ട് ലെവലാണ്. ഈ ലെവൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് ഈ ഒരു വർഷത്തേക്കുള്ള ഒരു പോർട്ട്ഫോളിയോ 30 to 40% റിട്ടേൺ നൽകാൻ സാധ്യതയുള്ള ഒരു സിമെന്റ് സ്റ്റോക്ക് തന്നെയാണ് അംബുജ സിമെന്റ്. 218 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. നമുക്ക് ഒരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. മാർക്കറ്റ് വാച്ച് തുടരുന്നു. നമുക്ക് റോബിൻ ജോസിന്റെ ചോദ്യത്തിലേക്ക് കിടക്കാം. അദ്ദേഹം BHEL 225 രൂപയ്ക്ക് 50 എണ്ണം വാങ്ങിയിട്ടുണ്ട്. BHELന്റെ റിസൾട്ട് വെള്ളിയാഴ്ച വന്നു. അത് പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നില്ല എന്നതാണ് സൂചനകൾ. പിന്നീട് ഒന്ന് JP അസോസിയേറ്റ്സ് 300 എണ്ണം 89 രൂപയ്ക്ക് വാങ്ങിയിട്ടുണ്ട്. L&T ഫിനാൻസ് 83 രൂപയ്ക്ക് വാങ്ങി. V-Guard 505 രൂപയ്ക്ക് വാങ്ങി. V-Guard 15 കോടിയുടെ മൂന്നാം പാദ ലാഭം, അത് കുറച്ചുകൂടി മാർക്കറ്റ് പ്രതീക്ഷിച്ചിരുന്നു തോന്നുന്നു, ഒരല്പം താഴേക്ക് വന്നിട്ടുണ്ട്. ഇതിൽ പ്രത്യേകിച്ച് L&T ഫിനാൻസ് മാർക്കറ്റ് വാച്ച് റെക്കമെൻഡ് ചെയ്തതാണ്. ബാങ്കിങ് ലൈസൻസ് കുറച്ചുകൂടി വൈകിയേക്കും എന്നുള്ള ഒരു സൂചനകൾ വന്നതുകൊണ്ടാണ് തോന്നുന്നത് ഒരല്പം സ്ലഗിഷ് ആയിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. മാർക്കറ്റ് വാച്ച് റെക്കമെൻഡ് ചെയ്ത് 70 റുപ്പീസിനാണ്. നമ്മൾ 89 സേഫ് എൻട്രി അല്ല എന്ന് എല്ലാ ഇൻവെസ്റ്റേഴ്സിനോട് പറഞ്ഞിട്ട് ഇപ്പോഴും L&T ഫിനാൻസിന്റെ എൻട്രി ലെവൽ എന്ന് പറയുന്നത് 75 to 69 എന്ന് പറയുന്ന ലെവൽ വരുമ്പോൾ മാത്രമല്ല നമ്മളൊരു താൽക്കാലികമായ വിൽപ്പനയ്ക്ക് വേണ്ടി പറഞ്ഞതല്ലോ, വളരെ ദീർഘകാല നിക്ഷേപത്തിൽ അഗൈൻ ഇൻവെസ്റ്റേഴ്സിന് ഒരു ഓപ്പർച്യൂണിറ്റി വരികയാണ്. ഈ ഒരു 69-75 എന്ന് പറയുന്ന ലെവൽ വരുമ്പോൾ അതൊരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ഇത് നമ്മൾക്ക് BHEL ആണ്. റിസൾട്ട് വന്നു, മാർക്കറ്റിന്റെ പ്രതീക്ഷയ്ക്ക് തുയരാൻ ആ റിസൾട്ടിന് കഴിഞ്ഞില്ല, സ്റ്റോക്ക് കറക്റ്റ് ചെയ്തു. അപ്പോൾ അടുത്തൊരു സേഫ് എൻട്രി എന്ന് പറയുന്നത് ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ BHEL ഒരു സേഫ് ആയിട്ടുള്ള സ്റ്റോക്ക് തന്നെയാണ്. 206 196 ഈ രണ്ട് ലെവൽ, രണ്ട് സ്റ്റേജ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. റിസൾട്ട് വന്നുകൊണ്ട് മോശം റിസൾട്ട് ആയതുകൊണ്ട് സ്റ്റോക്കിൽ കറക്ഷൻ വന്നു. അപ്പോൾ അടുത്ത രണ്ട് എൻട്രി എന്ന് പറയുന്നത് 206 196 ഇത് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് ലോങ് ടൈം വ്യൂവിൽ സേഫ് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് തന്നെയാണ് BHEL. 240 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ JP അസോസിയേറ്റ്സും വളരെ നല്ല റെക്കമെൻഡേഷൻ കൊടുത്തു, ഇൻവെസ്റ്റേഴ്സിന് നല്ല റിട്ടേൺ കൊടുത്തു. 108 ലെവലിൽ മാർക്കറ്റ് വാച്ച് തന്നെ എക്സിറ്റ് പറഞ്ഞതാണ്. ദെൻ അതിനുശേഷം വന്നിരിക്കുന്ന കറക്ഷൻ വീണ്ടും ഒരു എൻട്രി ഈ JP അസോസിയേറ്റ്സിൽ വരികയാണ്. 79 and 74 രണ്ട് മേജർ സപ്പോർട്ട് സോണാണ്. അത് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് ഈ സ്റ്റോക്ക് വീണ്ടും നിക്ഷേപത്തിന് പരിഗണിക്കാം. 79 ബ്രേക്ക് ആണെങ്കിൽ 74 ലെവൽ വരെ വരാം. മാർക്കറ്റിൽ ഒരു കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ L&T ഫിനാൻസിലും JP അസോസിയേറ്റ്സിലും BHEL ഒക്കെ തന്നെ ഈ ലെവലിലേക്ക് മാർക്കറ്റ് വരാം. ഈ രണ്ട് സപ്പോർട്ട് ലെവൽ നോക്കി ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. ദെൻ V-Guard ആണ്. V-Guard നേരത്തെ സനൽ പറഞ്ഞതുപോലെ മാർക്കറ്റ് പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ ആ റിസൾട്ടിന് കഴിഞ്ഞില്ല. എന്നാലും ലോങ് ടൈം വ്യൂവിൽ ആ സ്റ്റോക്ക് ഒരു സേഫ് ആയിട്ടുള്ള ബൈ തന്നെയാണ്. 460 428 ഈ രണ്ട് ലെവലാണ് സേഫ് ആയിട്ടുള്ള രണ്ട് എൻട്രി ലെവൽ എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ കറന്റ് ലെവൽ ഒരു ബൈ അഡ്വൈസബിൾ അല്ല. മാർക്കറ്റിൽ കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ നിഫ്റ്റിയിലുണ്ടാകുന്ന കറക്ഷൻസ് അതൊരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ആണ് നിക്ഷേപകരെ സംബന്ധിച്ച്. അത് 460 428 എന്ന് പറയുന്ന രണ്ട് സപ്പോർട്ട് ലെവലാണ്. 545 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഷോർട്ട് ടൈം 545 ലെവലിലേക്ക് സ്റ്റോക്ക് വരികയാണെങ്കിൽ അതൊരു എക്സിറ്റ് പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഫണ്ടമെന്റലി ഈ സ്റ്റോക്കുകളെല്ലാം തന്നെ വളരെ സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്കാണ്. ഇൻവെസ്റ്റ്മെന്റ് പരിഗണിക്കുക 2-3 സ്റ്റേജ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും ഇനി അങ്ങോട്ടുള്ള ഒരു അഡ്വൈസബിൾ എന്ന് പറയുന്നത്. കാരണം മാർക്കറ്റിനെ ഇമ്മീഡിയറ്റ് എനർജി കൊടുക്കുന്ന ഒരു ന്യൂസും വരാനില്ല, ബഡ്ജറ്റ് മാത്രമാണ്. അപ്പോൾ ആ ബഡ്ജറ്റിന് അനുസരിച്ച് മാർക്കറ്റിൽ ഒരു ഫ്ലക്ച്വേഷൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ മാർക്കറ്റിൽ ചെറിയൊരു കറക്ഷനുള്ള സാധ്യത ഇപ്പോൾ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും അത് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം 20,000 ലെവലുകളിൽ നിന്നും വലിയ തകർച്ച വരുന്നുമില്ല, എന്നാൽ ഒരു ആരോഗ്യകരമായ ഒരു കറക്ഷൻ അനിവാര്യവുമാണ്. തീർച്ചയായിട്ടും കറക്ഷൻ മാർക്കറ്റിൽ വൺ സൈഡ് മാർക്കറ്റിന് മൂവ് ചെയ്യാൻ സാധിക്കില്ല. കറക്ഷൻ നല്ലതാണ്, നമ്മൾക്ക് നല്ല സ്റ്റോക്കുകൾ എൻട്രി ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് വരുന്നത് പലപ്പോഴും. മറ്റൊന്ന് രൂപയും കരുത്താർജിക്കുന്നുണ്ട്. ഏകദേശം 3.5-4 മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലേക്ക് ക്രമേണ രൂപ വരുന്നുണ്ട്. ഇത് IT കമ്പനികളെ പ്രത്യേകിച്ചും നമുക്കറിയാം
നമുക്കറിയാം ഇൻഫോസിസ് വീണ്ടും ശക്തമായി തിരിച്ചു വന്നിരിക്കുകയാണ്. മറ്റു കമ്പനികളും ഒന്നും ഈ ക്വാർട്ടർ മോശമില്ലാതെയാണ് പോയത്. പക്ഷേ അടുത്ത ക്വാർട്ടറിലെ ഒരുപക്ഷെ ഈ രൂപയുടെ മൂല്യവർധന ബാധിക്കാനിടയില്ലേ? അത് ഇപ്പോൾ ഹെഡ്ജിങ് ടൂൾ ഉണ്ടല്ലോ, ഇപ്പോൾ ഇവർക്ക് ഇതൊക്കെ ഹെഡ്ജ് ചെയ്യാവുന്നുണ്ട്. അതൊക്കെ അവർ സ്മാർട്ടായിട്ട് അത് ഹാൻഡിൽ ചെയ്യാനാണ് സാധ്യത. പഴയതുപോലെയുള്ള ഇപ്പോഴത്തെ റേറ്റ് കുറവാണ്, പേടിക്കേണ്ട ആവശ്യം ഇല്ല. നമുക്ക് ഇന്ദു തൃശ്ശൂർ അവരുടെ ചോദ്യം ITC ഈ സാഹചര്യത്തിൽ വാങ്ങാമോ എന്നാണ്. മറ്റൊന്ന് HDFC. ഈ HDFC അല്ലെങ്കിൽ ഞാൻ ഒന്ന് ചോദിക്കണം കരുതിയിരിക്കുകയായിരുന്നു. കാരണം പ്രത്യേകിച്ചും ഏകദേശം 880 ലെവലുകളിൽ നിന്നും സ്ഥിരമായി താഴേക്ക് കഴിഞ്ഞ ഒരു 2 മാസത്തിനിടയ്ക്ക് താഴേക്ക് വന്നിപ്പോൾ അവസാനം ഏകദേശം 775 ലെവലിലാണ് വെള്ളിയാഴ്ച ദിവസം അത് ഒരു ഘട്ടത്തിൽ വന്നത്. അപ്പോൾ അത് എന്തുകൊണ്ടാണ്? പ്രത്യേകിച്ചും തരക്കേടില്ലാത്ത റിസൾട്ടുമായിരുന്നു. പിന്നൊന്ന് ക്രിസിൽ റേറ്റിംഗ് ഏജൻസി, രാജ്യത്തെ ഏറ്റവും വലിയ റേറ്റിംഗ് ഏജൻസി, അധികം ലിക്വിഡിറ്റി പ്രശ്നം കുറവുള്ള ഒരു കൗണ്ടറാണ്. മറ്റൊന്ന് ഡോക്ടർ റെഡ്ഡീസ് ലാബ്. ITC ഷോർട്ട് ടൈം ഗെയിനിന് വേണ്ടി ഒരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ അല്ല. 298 290 ഇമ്മീഡിയറ്റ് 2 സപ്പോർട്ട് ലെവലായിട്ട് വരാവുന്ന ഈ ലെവൽ വരുമ്പോൾ അഗൈൻ ഒരു ഇൻവെസ്റ്റ്മെന്റ് പരിഗണിക്കാം. 330 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ HDFC ആണ് സനൽ നേരത്തെ പറഞ്ഞൊരു രീതിയിൽ സ്റ്റോക്കിൽ വളരെ ഷാർപ്പായിട്ടുള്ള കറക്ഷൻ നേരിട്ടു. 755 ഒരു ഫസ്റ്റ് എൻട്രി, ദെൻ 732. ഈ 2 ലെവൽ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ കാരണം വളരെ ഷാർപ്പായുള്ള കറക്ഷൻ നേരിട്ടു. ഇതൊരു സേഫ് ആയുള്ള എൻട്രി ലെവലാണ്. 755 to 732 എന്ന് പറയുന്ന ലെവൽ ഒരു എൻട്രി ലെവലാണ്. 820 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ക്രിസിലാണ് 970 939. ഇതൊരു റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് അവിടെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്ക് അല്ല, ഒരു ലോങ് ടൈം വ്യൂയോടുകൂടി ഇൻവെസ്റ്റ്മെന്റിന് പരിഗണിക്കാവുന്ന ഒരു സ്റ്റോക്കാണ്. 2 സപ്പോർട്ട് ലെവൽ 970 and 939 ആണ്. 1060 ആണ് ഈ സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ഡോക്ടർ റെഡ്ഡീസ് ആണ് ഫണ്ടമെന്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ്. 1900 ആണ് ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു സപ്പോർട്ട്. അതൊരു മേജർ സപ്പോർട്ട് സോൺ അല്ല. 1867 ആണ് ഫസ്റ്റ് സപ്പോർട്ട് ലെവലായിട്ട് നമുക്കൊരു ഇൻവെസ്റ്ററെ സംബന്ധിച്ച് ഒരു എൻട്രി ലെവൽ എന്ന് പറയുന്നത് ഫസ്റ്റ് എൻട്രി 1867 ലെവൽ വരുമ്പോൾ മാത്രം പരിഗണിക്കുന്നതായിരിക്കും നല്ലത്. 1970 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. സ്റ്റോക്ക് സെലക്ഷൻ വളരെ നല്ല സ്റ്റോക്കുകളാണ് എല്ലാം തന്നെ. അടുത്ത കറക്ഷൻ വരുമ്പോൾ ഈ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. ഇപ്പോൾ ഒരു നിക്ഷേപകനെ സംബന്ധിച്ച് ഏകദേശം ഒരു 10 ലക്ഷം രൂപ അദ്ദേഹത്തിനുണ്ട് എങ്കിൽ അത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എല്ലാ ലോക മാക്രോ എക്കണോമിക് ഫാക്ടേഴ്സും പരിഗണിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു പോർട്ട്ഫോളിയോ ഡിവിഷൻ അതെങ്ങനെയാണ് നടത്തേണ്ടത്? ഇപ്പോഴത്തെ രീതിയിൽ 10 lakhs എനിക്കൊന്ന് അതിലൊരു 40 to 50% ബാങ്ക് ഡെപ്പോസിറ്റ്, ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിരിക്കും നല്ലത്. യാതൊരു സംശയമില്ല. ലിക്വിഡിറ്റി വേണം. നമുക്ക് പൈസയ്ക്ക് പെട്ടെന്ന് ആവശ്യം വരികയാണെങ്കിൽ ഇത് മാത്രമേ നമ്മളെ ഹെൽപ്പ് ചെയ്യുള്ളൂ. ഒരു 20 to 30% സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ദെൻ എനിക്ക് തോന്നുന്നു ഗോൾഡ് ആൻഡ് സിൽവർ ആ ഒരു മിക്സ് ആയിരിക്കും. ഒരു 60% ടോട്ടൽ ഈ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഒഴിച്ച് 30% സ്റ്റോക്ക്, 30 to 40% സ്റ്റോക്ക് അഡ്വൈസബിൾ ആണ്. 20 to 10%, 20% ഗോൾഡ്, 10% സിൽവർ അടുത്തൊരു നല്ല സിൽവറിനെ സംബന്ധിച്ച് നമ്മളൊക്കെ പാദസരം ഉണ്ടാക്കാനും വലിയ ചെറിയ പൂജാപാത്രങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. ഒരു ഇൻവെസ്റ്റ്മെന്റ് ആംഗിൾ നമ്മളുടെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് അതിനെ കാണുന്നില്ല. എനിക്ക് സിൽവർ അടുത്തൊരു ഇൻവെസ്റ്റ്മെന്റ് ടൂൾ തന്നെയാണ്. വില വല്ലാതെ കൂടുന്നുണ്ട്. ഈ വർഷം ഏറ്റവും നന്നായി പെർഫോം ചെയ്യാൻ സാധ്യതയുള്ളത് സിൽവർ തന്നെയാണ്. ഗോൾഡ് അടുത്തൊരു 3 വർഷത്തേക്ക് ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെന്റ് ഗോൾഡ് തന്നെയായിരിക്കും. അപ്പോൾ ഒരു മിക്സ് എന്ന് പറയുന്ന ഒരു 10 lakhs 30% ഗോൾഡും സിൽവറും, 30% സ്റ്റോക്കും, 40% ക്യാഷ് ബാങ്ക് ഡെപ്പോസിറ്റും തന്നെയായിരിക്കും നല്ലൊരു. തീർച്ചയായിട്ടും ആ മിക്സ് എപ്പോഴും, പ്രത്യേകിച്ച് ആ ബാങ്ക് ഡെപ്പോസിറ്റ് എന്നുള്ളത് ഊന്നി പറയണം. കാരണം പലരും ഈ പെട്ടെന്ന് മാധ്യമ ശ്രദ്ധ നേടും. ഈ സെൻസെക്സ് കൂടി അപ്പോൾ കടം മേടിച്ചിട്ടാണെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു താല്പര്യം പലരിലും കാണുന്നുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കേണ്ടത് തന്നെയാണ്. തീർച്ചയായിട്ടും. കാരണം ഈ മാർക്കറ്റിൽ തന്നെ ആളുകൾ എപ്പോഴാണ് മാർക്കറ്റിലേക്ക് വരുന്നത്? എല്ലാ പ്രശ്നങ്ങളും തീർന്നു, ഇൻഫ്ലേഷൻ കുറയുന്നു, GDP കൂടുന്നു, അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു കഴിയുമ്പോഴാണ് പേപ്പർ ഇതിനെ ഭയങ്കരമായിട്ട്, ന്യൂസ് പേപ്പറും മീഡിയ ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്യും. ഇത് ജനറൽ പബ്ലിക്കിനെ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് അട്രാക്ട് ചെയ്യും. അപ്പോൾ എല്ലാ ന്യൂസും വളരെ പോസിറ്റീവ് ആയിരിക്കുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്ന ഫ്യൂച്ചറാണ്, അത് ഏറ്റവും പീക്കിലായിരിക്കും. ഈ സമയത്താണ് കൂടുതൽ ആളുകൾ വരിക. നമ്മൾ പലപ്പോഴും മീഡിയയിൽ പറയുന്നത്. അപ്പോൾ ഏറ്റവും പ്രശ്നങ്ങളുള്ള സമയത്തും ആരും സ്റ്റോക്ക് മേടിക്കാത്ത സമയത്തും നല്ല സ്റ്റോക്കുകൾ മേടിക്കുക എന്നുള്ളതാണ്. വാല്യുവേഷൻ എപ്പോഴും നോക്കുക. ഏറ്റവും ചീപ്പർ വാല്യുവേഷനിൽ വരുമ്പോൾ സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. ഇപ്പോൾ ബഡ്ജറ്റ് നല്ലതാണെന്നൊക്കെ പറഞ്ഞ് വളരെ ന്യൂസുകളൊക്കെ ഒന്ന് മാർക്കറ്റ് ഹയർ ലെവലിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഒരിക്കലും ഒരു കാരണവശാലും ഇൻവെസ്റ്റ്മെന്റ് നടത്തരുത്. അതിനൊരു പേഷ്യൻസ് കാണിക്കുക. സ്റ്റോക്ക് മാർക്കറ്റിൽ വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് ഇല്ല. എന്തായാലും ഇപ്പോൾ ഈ വരുന്ന ദിവസങ്ങളിൽ ഒരു ചെറിയ കറക്ഷൻ അല്ലെങ്കിൽ അത്യാവശ്യം കറക്ഷൻ കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മാർക്കറ്റിൽ ഒരു ചെറിയ കറക്ഷൻ ഇപ്പോഴത്തെ രീതിയിൽ അനിവാര്യമാണ്. ഒന്ന്. രണ്ടാമത് മാർക്കറ്റിന്റെ പുതിയ ട്രിഗർ എന്ന് പറയുന്ന ഒരു ന്യൂസ് എന്ന് പറയുന്ന ബഡ്ജറ്റാണ്. പക്ഷെ അതിന് കുറച്ച് ദിവസങ്ങൾ ബാക്കി നിൽക്കുന്നു. അതിനു മുമ്പ് അല്ലെങ്കിൽ ഗ്ലോബലി അല്ലെങ്കിൽ നമ്മുടെ
ഡൊമസ്റ്റിക് ലെവലിൽ നിന്ന് ഏതെങ്കിലും പോസിറ്റീവായിട്ടുള്ള ന്യൂസുകൾ വരികയാണെങ്കിൽ മാത്രമേ മാർക്കറ്റ് ഈ ഒരു ലെവലിൽ കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയുള്ളൂ. അതല്ലാത്ത സാഹചര്യത്തിൽ ചെറിയ കറക്ഷനുള്ള സാധ്യത മാർക്കറ്റിൽ കാണുന്നുണ്ട്. നന്ദി ഭുവനേന്ദ്രൻ. മാർക്കറ്റ് ഒരു കറക്ഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ അത് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും ആ ഒരു അളവിൽ കറക്ഷൻ ലഭിക്കുന്നുമില്ല. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് പൊതുവെ കഴിഞ്ഞ വർഷം അവസാന മാസങ്ങളിൽ LIC, രാജ്യത്തെ ഏറ്റവും വലിയ ആഭ്യന്തര മ്യൂച്വൽ ഫണ്ട് എന്ന് പറയാവുന്ന അതിലൊന്നായ LIC വലിയ അളവിൽ വാങ്ങലുകാരായിരുന്നു. നമ്മുടെ ആഭ്യന്തര പ്രത്യേകിച്ചും സർക്കാരിൻ്റെ ഒരു പിന്തുണയോടുകൂടി ഗവൺമെൻറ് സപ്പോർട്ടിൽ നിൽക്കുന്ന LIC വലിയ വാങ്ങലുകാരായിരുന്നു. ഈ LIC ഇപ്പോൾ ലാഭമെടുപ്പ് നടത്തുകയാണ് കഴിഞ്ഞ 2 ആഴ്ചയായിട്ട്. പക്ഷേ ഇവർ ലാഭമെടുപ്പ് നടത്തുമ്പോഴും വലിയ അളവിൽ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ വന്ന് ഈ ഓഹരികളെല്ലാം വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് വിപണി വലിയ അളവിൽ താഴേക്ക് പോകാത്തത്. അപ്പോൾ LICയുടെ ഈ ഒരു വിൽപ്പന ഒരുപക്ഷെ ഇനിയും കുറച്ച് നാളത്തേക്ക് കൂടി തുടർന്നേക്കും. അതുകൊണ്ട് ആ ഒരു കറക്ഷൻ വിപണിയിൽ ഉള്ളവർക്ക് പ്രത്യേകിച്ചും റീറ്റെയിൽ നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം അവസരമാക്കുകയാണ് നല്ലത്. കാരണം വലിയൊരു തകർച്ച നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അതിന്റെ പ്രധാനപ്പെട്ട ഇമ്മീഡിയറ്റ് റീസൺ എന്ന് പറയുന്നത് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ LIC വിൽക്കുന്നത് വാങ്ങുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഈ ചെറിയ കറക്ഷൻസുകളെല്ലാം നല്ല കമ്പനികൾ, ലാഭക്ഷമതയുള്ള കമ്പനികൾ വാങ്ങാനുള്ള അവസരമാക്കണം. അടുത്ത ആഴ്ച കാണാം. നന്ദി, നമസ്കാരം.